അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീഗൽ ഇഷ്യൂസിൻ്റെ യൂണിറ്റിലെ ഇന്ത്യൻ മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987 ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 10 ചാപ്റ്റേഴ്സുള്ള ഇന്ത്യൻ മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987 പ്രാവർത്തികമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് 1912 ഇന്ത്യൻ ലൂനസി ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1912 ശേഷം 70 വർഷത്തിന് ശേഷമാണ് 1987 ഇന്ത്യൻ മെൻ്റൽ ഹെൽത്ത് ആക്ട് വന്നത്. ഇപ്പോൾ 1987 കഴിഞ്ഞിട്ടും 35 വർഷമായി. അപ്പോൾ ഒരു 30 വർഷത്തിന് ശേഷം 2013 ഇന്ത്യൻ മെൻ്റൽ ഹെൽത്ത് കെയർ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അത് ബില്ല് പാസ്സായതിന് ശേഷം അതൊരു ആക്റ്റായിട്ട് 2017 ആണെന്ന് തോന്നുന്നത് എഫക്റ്റീവായിട്ടുണ്ട്. നമ്മുടെ സിലബസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് കെയർ ബിൽ 2013 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെൻ്റൽ ഹെൽത്ത് ആക്ടിൻ്റെ ഒരു മോഡിഫിക്കേഷൻ തന്നെയാണ്. അതിനകത്തുള്ള കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി പേഴ്സൺ ഷാൽ ഹാവ് ദി റൈറ്റ് ടു ആക്സസ് മെൻ്റൽ ഹെൽത്ത് കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫ്രം സർവീസസ് റൺ ഓർ ഫണ്ടഡ് ബൈ ദി ഗവൺമെൻറ്. എല്ലാവർക്കും ഗവൺമെൻറ്റിൻ്റെ ഓരോ മെൻ്റൽ ഹെൽത്ത് സർവീസ് സ്കീമുകളിൽ അത് ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റുണ്ട്. A mentally ill person shall have the right to make an advance directive that states how he wants to be treated for the illness during a mental health situation. അതായത് അവനൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണമെന്നുള്ള ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അല്ലെങ്കിൽ അത് നേരത്തെ പറഞ്ഞു വയ്ക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അവന് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നിശ്ചയിക്കാനുള്ള പവറുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതുകൂടാതെ every mental health establishment has to be registered with the relevant state or central mental health authority. അതായത് സ്പെസിഫിക് ലൈസൻസിങ് ഒക്കെ വേണം സ്റ്റേറ്റിൽ നിന്നും സെൻട്രൽ ഏജൻസീസിൽ നിന്നും ഉള്ള ഗ്രാൻഡ് അല്ലെങ്കിൽ അവർക്ക് അഫിലിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ലൈസൻസിങ് ആണ്. ദെൻ ദ മെൻ്റൽ ഹെൽത്ത് റിവ്യൂ കമ്മീഷൻ. മെൻ്റൽ ഹെൽത്ത് റിവ്യൂ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു ടീം കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അത് റിവ്യൂ ചെയ്യും ഓരോരോ ആക്ടിവിറ്റീസും മെൻ്റലി ഇൽ പേഴ്സൻ്റെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ, ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ റണ്ണിങ് എല്ലാ കാര്യങ്ങളും അവർ റിവ്യൂ ചെയ്യും. എ പേഴ്സൺ ഹു അറ്റംപ്റ്റ് സൂയിസൈഡ് ഷാൽ ബി presumed to be suffering from mental illness at the time and will not be punished under the Indian Penal Code. അതായത് നേരത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു ക്രിമിനൽ ഒഫൻസായിട്ട് കൺസിഡർ ചെയ്തിരുന്നു. ഇപ്പോൾ അത് സൂയിസൈഡ് ചെയ്യുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ദ പേഴ്സൺ ഈസ് നോട്ട് ഹാവിങ് എ സൗണ്ട് മൈൻഡ് എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ആ വ്യക്തി ഒരു ഒഫൻസ് അല്ല, അതല്ലെങ്കിൽ ആ ഒഫൻസ് ആണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല ഡ്യൂ ടു ആൻ അൺസൗണ്ട് മൈൻഡ് എന്നുള്ള രീതിയിലേക്ക് വന്ന് അതൊരു ഒഫൻസ് അല്ല, അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഇങ്ങനെയുള്ള സൂയിസൈഡ് അറ്റംപ്റ്റിന് ഇപ്പോൾ കൊടുക്കുന്നില്ല. ECT മോഡിഫൈഡ് ECT മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. മൈനേഴ്സിന് പ്രൊഹിബിറ്റഡ് ആണ്. അതായത് മോഡിഫൈഡ് ECT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ റിലാക്സൻ ആൻഡ് അനസ്തീഷ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ECT. ഓക്കെ, മസിൽ റിലാക്സൻ്റായിട്ട് സക്സനൈൽ കൊളീനാണ് മേജറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിൽ 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് പേര് മനസ്സിലാക്കി വയ്ക്കുക. പ്രിലിമിനറി ഇൻഫോർമേഷൻ, അതേതൊരു ബില്ലിൻ്റെയും ഏതൊരു ആക്ടിൻ്റെയും ഒന്നാമത്തെ ചാപ്റ്റർ പ്രിലിമിനറി ഇൻഫോർമേഷൻ ആയിരിക്കും. രണ്ടാമത്തത് മെൻ്റൽ ഇൽ ആൻഡ് കപ്പാസിറ്റി ടു മേക്ക് മെൻ്റൽ ഹെൽത്ത് കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. 3 അഡ്വാൻസ് ഡയറക്റ്റീവ്. 4 നോമിനേറ്റഡ് റെപ്രസെൻറ്റേറ്റീവ്. 5 റൈറ്റ്സ് ഓഫ് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് മെൻ്റൽ ഇൽനെസ്, അതായത് റൈറ്റ്സ് ഓഫ് മെൻ്റലി ഇൽ പേഴ്സൺ. 6 ഡ്യൂട്ടീസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. 7 സെൻട്രൽ മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി. 8 സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി. അതിൻ്റെ എല്ലാം ഫങ്ഷൻസാണ് അവിടെ വിവരിച്ചിട്ടുള്ളത്. ഓക്കെ. 9 ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. 10 മെൻ്റൽ ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. 11 Mental Health Review Commission. 12th
admission, treatment and discharge. 13. Responsibilities of other agencies. 14. Restriction to discharge functions by professionals not കവേർഡ് ബൈ പ്രൊഫഷൻ. അതായത് പ്രൊഫഷനിൽ എന്തൊക്കെയാണോ അവർ ചെയ്യേണ്ട വർക്കുകൾ അല്ലെങ്കിൽ അവർക്ക് ഓരോ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, അത് കൂടാതെ എന്തെങ്കിലും അതിനുപരിയായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്താണോ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് അത് മാത്രം കൊടുക്കുക, റെൻഡർ ചെയ്യുക എന്നുള്ള രീതിയിൽ. അതിന് അപ്പുറത്തേക്കോ കുറച്ചോ കൂടുതലോ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ് ആൻഡ് 16th ചാപ്റ്റർ മിസ്സെല്ലിനിയസ്. അപ്പോൾ ഇതാണ് മെൻ്റൽ ഹെൽത്ത് കെയർ ബിൽ. എക്സാമിന് ചോദിച്ചേക്കാം. റൈറ്റ്സ് ഓഫ് മെൻ്റലി ഇൽ പേഴ്സൺ നമ്മൾ മെൻ്റൽ ഹെൽത്ത് ആക്ട് ചാപ്റ്റർ 8 ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് ഉള്ളതാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മെൻ്റലി ഇൽ പേഴ്സൺ. അതായത് മെൻ്റലി ഇൽ പേഴ്സൻ്റെ ലീഗലായിട്ടുള്ള ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റീസ്, സിവിൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റീസ്. അതായത് സിവിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിലിയൻ എന്ന രീതിയിൽ ആ വ്യക്തിക്ക് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിവിലിയൻ്റെ അവകാശങ്ങൾ ഏതൊക്കെ വാലിഡാണ് ഒരു മെൻ്റലി ഇൽ പേഴ്സൺ അത് ചെയ്യുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ. പിന്നെ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റലി ഇൽ പേഴ്സൺ ഒരു ക്രൈം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ ലോ കാണുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് നോക്കാം. ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി IPC സെക്ഷൻ 84 അനുസരിച്ച് നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ ഹൂ അറ്റ് ദി ടൈം ഓഫ് ഡൂയിങ് ഇറ്റ് ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് വാസ് ഇൻകേപ്പബിൾ ഓഫ് നോയിങ് ദി നേച്ചർ ഓഫ് ദി ആക്ട് ഓർ that what he was doing was either wrong or contrary to law. അതായത് ഒരു വ്യക്തി ഒരു കൃത്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അത് തെറ്റാണോ ശരിയാണോ എന്ന് നിശ്ചയിക്കാനുള്ള ഒരു മൈൻഡ് ഹെൽത്തി അല്ല, അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡാണ്, അല്ലെങ്കിൽ മെൻ്റലി ഇല്ലാണ് ഒഫൻസ് ചെയ്യുന്ന സമയത്തെങ്കിൽ അതിനെ ഒഫൻസായിട്ടോ അല്ലെങ്കിൽ പണിഷബിൾ ഒഫൻസായിട്ടോ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഒരു രോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ മെൻ്റൽ അൺസൗണ്ട്നെസ്സിൻ്റെ മൂലം വന്നിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് എന്നുള്ള രീതിയിൽ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പീനൽ കോഡിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ്. കാരണം പലരും ഇത് കുറ്റകൃത്യത്തിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് ലൂപ്പ് ഹോളായിട്ട് എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് തെറ്റായ രീതിയിലുള്ള അതിൻ്റെ ഒരു യൂസാണ്. പക്ഷേ ശരിക്കും ഒരു മെൻ്റലി ഇൽ പേഴ്സൺ ഒരു ക്രൈം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ IPCയുടെ സെക്ഷൻ 84 അനുസരിച്ച് അതിനെ ഒരു പണിഷബിൾ ഒഫൻസായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആ വ്യക്തിയെ വിധേയമാക്കുന്നു. അപ്പോൾ പല ലോസും, അതായത് IPC സെക്ഷൻ 84 അത് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് പല റൂൾസിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതായത് മക്നോട്ടൻസ് റൂളുണ്ട്, ദ ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ് ഉണ്ട്, ഡുർഹാംസ് ടെസ്റ്റ് ഉണ്ട്, അമേരിക്കൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ്. അപ്പോൾ ഇതെല്ലാ ടെസ്റ്റുകളുടെയും മേജറായിട്ടുള്ള ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ പേഴ്സൺ കമ്മിറ്റ് ആൻ ഒഫൻസ് and at the time of committing that offense if he has an unsound mind, that offense is not considered to be a punishable offense, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹിസ് ഇൽനെസ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മക്നോട്ടൻസ് റൂള്, ഇറസിസ്റ്റിബിൾ ഇമ്പൾസ് ടെസ്റ്റ്, ഡുർഹാം ടെസ്റ്റ്, അമേരിക്കൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ്, ഇതെല്ലാം അത് തന്നെയാണ് പറയുന്നത്. മക്നോട്ടൻസ് റൂള് അറിയാം, അതിൽ തന്നെ ഇഫ് ഹി ഡിഡ് നോട്ട് നോ that he did not know that it was wrong എന്നുള്ള രീതിയിൽ, അതായത് എ പേഴ്സൺ ഒഫൻസ് നോ ക്രൈം ഇൻ ദി ഗ്രൗണ്ട് ഓഫ് ഇൻസാനിറ്റി എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അതായത് ഇൻസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തി. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ക്രൈമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഓക്കെ, അതുതന്നെയാണ് ഈ 4 ലോയും പറയുന്നത്. ദെൻ
കമ്മിങ് ടു സിവിൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഒരു സിവിലിയൻ എന്ന രീതിയിൽ ഒരു സിറ്റിസണ് പല പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവർക്ക് പല പല റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ മെൻ്റലി പേഴ്സൺ ഒരു ഇങ്ങനെയുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നടത്തുകയാണെങ്കിൽ അത് ലീഗലി വാലിഡ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്. വളരെയധികം ഉണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. മാനേജ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി, അതായത് പ്രോപ്പർട്ടി സ്വയമായിട്ട് ആ വ്യക്തിക്ക് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല എങ്കിൽ ആ വ്യക്തി യുടെ റിലേറ്റീവ്സ് ഒരു മജിസ്ട്രേറ്റിന് ഒരു ഒരു റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് ഇൻ ഓർഡർ ടു ഹാൻഡിൽ ദി പ്രോപ്പർട്ടി വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഓഫ് ഇൽനെസ് ഓഫ് ദാറ്റ് പേഴ്സൺ. പക്ഷേ ഇവർക്ക് എഴുതി കൊടുക്കുകയല്ല, അവർക്കത് മാനേജ് ചെയ്ത് നടത്താനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇവർ മജിസ്ട്രേറ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ റിലേറ്റീവ്സിന് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ മോട്ടീവോട് കൂടിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ കോർട്ട് അതിന് വേറെ ഒരു ആളെ റിസീവർ പോലുള്ള ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയും ആ വ്യക്തിയുടെ ശമ്പളത്തിന് വേണ്ടിയുള്ള ഒരു എമൗണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് അതിൽ നിന്നും നീക്കി ഇരിക്കുന്നതാണ്. ഇപ്പോൾ രോഗി വളരെയധികം കടബാധിതനാണ്, അല്ലെങ്കിൽ പല ചിലവുകളുമുണ്ട്, കൂടുതൽ ചിലവുണ്ടെങ്കിൽ പ്രോപ്പർട്ടി സെയിലിന് വരെയും കോർട്ട് ഓർഡർ ഇടുന്നതാണ്. പിന്നെ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റലി പേഴ്സൺ ഒരു മാരേജ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരേജ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ലീഗലി അത് വാലിഡ് അല്ല. ഇപ്പോൾ മാരേജിലുള്ള ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും ഒരാൾ മെൻ്റലി ഇൽ ആണെന്ന് പ്രൂവ് ആവുകയാണെങ്കിൽ അറ്റ് ദി ടൈം ഓഫ് മാരേജ് ഓർ ബിഫോർ മാരേജ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് ലീഗലി വാലിഡ് അല്ല എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് ആ മാരേജിനെ. ടെസ്റ്റിമെൻ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് എ വിൽ, അതായത് വിൽപത്രം എഴുതാനുള്ള എബിലിറ്റി. ആ വിൽപത്രം എഴുതാനുള്ള എബിലിറ്റിയിൽ ഒരു മെൻ്റലി പേഴ്സൺ എഴുതിയ വില്ല് വാലിഡ് അല്ല എന്നുള്ള രീതിയിലാണ് അത് കോർട്ട് അവരുടെ മക്കൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്. കാരണം മെൻ്റലി ആയിട്ടുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ഒരു മകന് മാത്രം അല്ലെങ്കിൽ ഒരു മകൾക്ക് മാത്രമേ മൊത്തം എഴുതി കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ഒന്നും കൊടുക്കാതെയൊക്കെ ഇരുന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഒഴിവാക്കുവാനായിട്ട് ടെസ്റ്റമെൻ്ററി കപ്പാസിറ്റി ഓർ എബിലിറ്റി ടു മേക്ക് എ വിൽപത്രം എഴുതാനുള്ള ഇത് അധികാരം അവരെഴുതുന്ന വിൽപത്രം ലീഗലി വാലിഡ് അല്ല. റൈറ്റ് ടു വോട്ട് ചെയ്താലും അത് ലീഗലി വാലിഡ് അല്ല. ആൻഡ് കാൻഡിഡേറ്റായിട്ട് ഇലക്ഷനും അവർക്ക് നിൽക്കാൻ കഴിയുകയില്ല. അഡോപ്ഷൻ ഓഫ് ചൈൽഡ്, ഒരു കുട്ടിയെ ഇപ്പോൾ ഒരു കപ്പിൾ ഒരാൾ മെൻ്റലി ഇല്ലാണെങ്കിൽ ആ കപ്പിൾസ് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ല. അതുകൂടാതെ വളരെ അധികമുണ്ട്. വിറ്റ്നസ്, അതായത് സാക്ഷി പറയുക. അതായത് എന്തെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസിന് കോടതിയിൽ സാക്ഷി പറയുമ്പോൾ അത് മെൻ്റലി ഇൽ പേഴ്സൺ ആണെങ്കിൽ അത് വാലിഡ് അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ കോൺട്രാക്റ്റ്, എന്തെങ്കിലും കോൺട്രാക്റ്റോ എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈൻ ചെയ്ത പാർട്ട്നേഴ്സിൽ ഒരാൾ മെൻ്റലി ഇല്ലാണെങ്കിൽ ആ കോൺട്രാക്റ്റ് തന്നെ ഇൻവാലിഡ് ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിവിൽ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ദെൻ റോൾസ് and responsibilities of a nurse during admission and discharge. അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ സമയത്ത് setting the patient in the ward, welcoming the patient to the ward, introducing to the staff and other patient. If any patient having suicidal ideas, അവരെ ക്ലോസ് ഒബ്സർവേഷനിൽ വയ്ക്കുക. The patient should have been has shown various facilities like bathroom അവർ ഓറിയൻ്റ് ആക്കുക. Then provide appropriate information. History, MSc and head to toe observation must be done. And write nurses notes, enter in admission register. ഡിസ്ചാർജിന് സമയത്തും പേഷ്യൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം പേഷ്യൻ്റ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുക. മെഡിക്കേഷനെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഒരു ബോണ്ട് സൈൻ ചെയ്തതിന് ശേഷമേ, അതായത് പേഷ്യൻറ്റിനും ഉപദ്രവം വരുത്തില്ല അല്ലെങ്കിൽ സൊസൈറ്റിക്കും പേഷ്യൻറ്റിൽ നിന്നും ഉപദ്രവം ഉണ്ടാകില്ല എന്നൊരു ബോണ്ട് സൈൻ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ആ ബോണ്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. പിന്നെ ട്രാവൽ പ്ലാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അഡ്വൈസ്
കൊടുക്കുക. പേഷ്യൻറ്റിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയം തന്നെയായിരിക്കും പേഷ്യൻറ്റിന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുക എന്നുള്ളത്. ബിക്കോസ് വെൻ ദ പേഴ്സൺ ഈസ് ഗോയിങ് ഫ്രം എ സപ്പോർട്ടിങ് എൻവയോൺമെൻറ്റ് ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ ടു എ സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റ് ദാറ്റ് ഈസ് സൊസൈറ്റി. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. പല കാര്യങ്ങളെക്കുറിച്ചും ഒരു നേഴ്സ് സൈക്യാട്രിക് സെറ്റിങ്ങിൽ അവെയർ ആയിരിക്കണം. ബോത്ത് ദി ലോ ഇൻ ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദേ പ്രാക്ടീസ്, പേഷ്യൻസ് റൈറ്റ്സ്, ക്രിമിനൽ ആൻഡ് സിവിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മെൻ്റലി ഇൽ പേഴ്സൺ ഓർ പേഷ്യൻറ്റ്, ലീഗൽ ഡോക്യുമെൻറ്റേഷൻ. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ആണ് മാൽ പ്രാക്ടീസ് എല്ലാം ഒഴിവാക്കുക. എന്തെങ്കിലും ഒരു നെഗ്ലിജൻസോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ലീഗലി പ്രോബ്ലം ഉണ്ടാക്കും. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇൻഫോംഡ് കൺസെൻറ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് കൺസെൻറ്റ്, അതായത് പേഷ്യൻ്റ് ഇപ്പോൾ ഒരു രീതിയിലും കൺസെൻറ്റ് തരാൻ കേൾപ്പുള്ള അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഒരു ക്ലോസ് റിലേറ്റീവ്, ഇമോഷണലി ബോണ്ടിങ് ഉള്ള ഒരു റിലേറ്റീവ്, മെയിൻലി പേരൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും കൺസെൻറ്റ് എടുക്കാവുന്നതാണ്. റെക്കോർഡ് കീപ്പിംഗ്, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഫോറൻസിക് സൈക്യാട്രി എന്നുള്ള ഒരു വിഭാഗം തന്നെയുണ്ട്. അതായത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് സൈക്യാട്രി, അതാണ് ഫോറൻസിക് സൈക്യാട്രി. അപ്പോൾ അതിൽ ഉള്ള പോയിൻറ്റ്സ് ഇതൊക്കെ തന്നെയാണ് അതിലുള്ള പോയിൻറ്റ്സ്. ഫോറൻസിക് സൈക്യാട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലീഗൽ ആസ്പെക്ട്സ് ഇൻ സൈക്യാട്രി എന്ന രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സൈക്യാട്രി വിച്ച് ഡീൽ വിത്ത് ദി ലീഗൽ ഇഷ്യൂസ് എന്നുള്ള രീതിയിലും പറയാം, അല്ലെങ്കിൽ ലീഗൽ ആസ്പെക്ട്സ് എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ. അപ്പോൾ അതിലുള്ളതാണ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റീസ്, സിവിൽ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ക്രൈം ആൻഡ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ്, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. ഇതെല്ലാ കാര്യങ്ങളും അതിൽ ഉള്ളതാണ് ഫോറൻസിക് സൈക്യാട്രിയിൽ. അപ്പോൾ ആ യൂണിറ്റ് ഇത്രമേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് മേജറായിട്ട് ഇന്ത്യൻ മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987. അതിൽ 10 ചാപ്റ്റേഴ്സ്, പിന്നെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് പ്രൊസീജിയർ, പിന്നെ ഇന്ത്യൻ മെൻ്റൽ ഹെൽത്ത് കെയർ ബിൽ 2013, ക്രിമിനൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സിവിൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾ ഓഫ് നേഴ്സ്. ഇത്രയുമാണ് ആ യൂണിറ്റിലുള്ളത്. ഫോറൻസിക് സൈക്യാട്രി ഓൾസോ. ഓക്കെ.